നമസ്കാരം, ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. അധ്യയന വർഷം പടിവാതിലിൽ എത്തി നിൽക്കെ സ്കൂൾ വിപണികൾ സജീവമായി. വിദ്യാർത്ഥികളെ കാത്ത് പുതിയ രീതിയിലുള്ള പേനകളും ബാഗുകളും മറ്റ് വസ്തുക്കളും കടകളിലുണ്ട്. അതേസമയം സ്കൂളുകളും സഹകരണ സ്ഥാപനങ്ങളും സ്കൂൾ വിപണികൾ തുടങ്ങിയതിനെതിരെ വ്യാപാര സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. വേനലവധി കഴിഞ്ഞ് തിങ്കളാഴ്ചയാണ് സംസ്ഥാനത്ത് സ്കൂൾ തുറക്കുന്നത്. സ്കൂൾ തുറക്കുന്നതിന് മുന്നേ ബാഗും പുസ്തകങ്ങളും കുടയുമൊക്കെ കടകളിൽ നിറഞ്ഞു കഴിഞ്ഞു. വ്യത്യസ്തങ്ങളായ കാർട്ടൂൺ കഥാപാത്രങ്ങളും ചിത്രങ്ങളും നിറഞ്ഞ കുടകൾ ഇത്തവണയും വിപണികളിൽ എത്തിയിട്ടുണ്ട്. പല കമ്പനികളുടെ പല വിലകളിലുള്ള നോട്ട് പുസ്തകങ്ങൾ, അവ വൃത്തിയോടെ സൂക്ഷിക്കാനുള്ള പുതുമയാർന്ന പൊതികളുമുണ്ട്. സ്കൂൾ വിപണിയിൽ ഏറ്റവും അധികം വിറ്റഴിക്കുന്നത് നോട്ട് ബുക്കുകൾ തന്നെയാണ്. മഴ പെയ്താൽ നനയാതെ റെയിൻ കവറോടുകൂടിയ ബാഗുകൾ, ലിപ്സ്റ്റിക് രൂപത്തിലുള്ള റബ്ബറും മാജിക് പെന്നുമൊക്കെയാണ് ഇത്തവണത്തെ താരങ്ങൾ. പേന ഉപയോഗിച്ച് എഴുതിയാൽ എഴുത്ത് നേരിട്ട് കാണാൻ കഴിയില്ല. ടോപ്പിന് മുകളിലുള്ള ലൈറ്റ് എഴുതിയതിന് മുകളിലേക്ക് തെളിയിച്ചാൽ അക്ഷരം തെളിഞ്ഞു കാണുന്നതാണ് മാജിക് പെൻ. കാർട്ടൂൺ കഥാപാത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ബാഗുകൾ, പെൻസിൽ ബോക്സുകൾ, ടിഫിൻ ബോക്സുകൾ, വാട്ടർ ബോട്ടിലുകൾ, പെൻസിൽ കട്ടർ പേന, കാൽക്കുലേറ്റർ ഉള്ള ബോക്സുകൾ തുടങ്ങിയവ പുതുമ നിറച്ചാണ് വിപണിയിൽ എത്തിയിരിക്കുന്നത്. കുട്ടികളെ ആകർഷിക്കാൻ നിരവധി പുതുമകൾ ഒരുക്കിയാണ് വിപണി ഇത്തവണയും എത്തിയിരിക്കുന്നത്. പുതുമയുള്ളതിനും ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്കും വില അല്പം കൂടുതലാണ്. അതേസമയം സ്കൂളുകളിലും സഹകരണ സ്ഥാപനങ്ങളും മറ്റും സ്കൂൾ വിപണികൾ ആരംഭിച്ചത് വർഷങ്ങളായി ഇത്തരം കച്ചവടങ്ങൾ നടത്തുന്ന വ്യാപാരികളുടെ വയറ്റത്തടിക്കുകയാണെന്ന് വ്യാപാരികൾ പറയുന്നു. അതുമാത്രമല്ല, സ്കൂൾ തലത്തിൽ തന്നെ യൂണിഫോം അടക്കമുള്ള, നോട്ട് ബുക്ക് അടക്കമുള്ള വസ്തുക്കൾ വിതരണം ചെയ്ത് വ്യാപാരികൾക്ക് കിട്ടുന്ന ഒരു വിപണി ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പോവുകയാണെന്നാണ് നമ്മൾ ഭയപ്പെടുന്നത്. നമുക്കറിയാം, പണ്ട് കാലങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള കടകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇങ്ങനെയുള്ള വിപണികൾ നടന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ കുറച്ചു കാലമായി സ്കൂൾ തലത്തിലും അതേപോലെ തന്നെ സഹകരണ സ്ഥാപനങ്ങളുടെ സ്റ്റോറുകളിലും ഇത്തരത്തിലുള്ള സ്കൂൾ വിപണികൾ ഉണ്ടാക്കിക്കൊണ്ട് വിതരണം ചെയ്തുകൊണ്ട് വ്യാപാരികൾക്ക് വളരെയധികം പ്രയാസപ്പെടുന്ന രീതിയിലാണ് ഇപ്പോഴുള്ള നിലപാടുകളും ഉള്ള മുന്നോട്ടുള്ള പോക്കുകൾ. അതുകൊണ്ട് ഇതിനൊരു അവസാനമുണ്ടാകി വ്യാപാരികൾക്ക് അവർ ചെയ്യുന്ന വ്യാപാരത്തിൻ്റെ കൂടെ തന്നെ ഇത്തരത്തിലുള്ള വ്യാപാരങ്ങളും കുട്ടികളുടെ വിപണികളും ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സർക്കാർ തലത്തിൽ ഉണ്ടാവണമെന്ന് മാത്രമാണ് വ്യാപാരി ഏകോപന സമിതി എന്ന നിലയിൽ എനിക്കിവിടെ പറയാനുള്ളത്. ഇത്തരം കാര്യങ്ങളിൽ സർക്കാർ ഇടപെടലുണ്ടാകണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.